പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻ്റാണ്, നമുക്കൊന്ന് വായിക്കാം. പാസ്സായി 2020 അഡ്മിഷൻ ഫസ്റ്റ് സെം എക്കണോമിക്സ് ആണ്. OMR പഠിക്കാതെ 3-4 എണ്ണം കറക്റ്റായുള്ളൂ. പിന്നീട് എത്ര എഴുതിയിട്ടും പാസ് മാർക്ക് കിട്ടിയില്ല. ഇന്ന് 5th ടൈം എഴുതി C ഗ്രേഡ് കിട്ടി. ഒരു പേപ്പർ ഉണ്ടായുള്ളൂ. സപ്ലി ആയിട്ട് 20-23 ഡിഗ്രി പഠിച്ചിട്ട് അത് ഇവിടെയും വരെ നീട്ടി. ഇൻറ്റേർണൽ ഓർ OMR മാർക്കില്ലിൽ മൂഞ്ചും. 10ലും +2ലും നല്ല മാർക്കോടുകൂടി ജയിച്ച വിദ്യാർത്ഥികൾ വാരിക്കോരി തരുന്ന ഇൻറ്റേർണൽ മാർക്കുകൾ, അവിടെ നിന്ന് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കോ ഡിഗ്രി എന്ന പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 10ഉം +2ഉം അല്ല, നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് മാർക്കുകൾ ടീച്ചേഴ്സ് അഥവാ നിങ്ങളുടെ എക്സാമിനേഴ്സ് മാർക്ക് ഇട്ട് തരുന്നതല്ല. വർക്കുകൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന സെമിനാർ, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ദെൻ ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഇതിനെല്ലാം ആവറേജാണ് 20 മാർക്കിലേക്ക് നമ്മൾ മാറ്റുന്നത്. SDE അഥവാ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് 20 മാർക്കിൻ്റെ OMR അഥവാ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് മാർക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ മാർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞ കൊമൻറ്റ് പല വിദ്യാർത്ഥികളും പറയാതെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 1-2 മാർക്ക് അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചേനെ, ഇത്രയധികം കഷ്ടപ്പെടേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് എഴുതി പഠിച്ചാലും ഓരോ ടീച്ചേഴ്സും ഓരോ പേപ്പർ നോക്കുന്നത് ഓരോ രീതിയിലാണ്. ഓഫ് കോഴ്സ് അവർ നോക്കുന്ന ആൻസർ കീയുടെ പിൻബലത്തിൽ തന്നെയാണ്. പക്ഷേ ചില വിദ്യാർത്ഥികൾ പറയാറുണ്ട്, നന്നായി പഠിച്ചതാണ്, നല്ല മാർക്കോടുകൂടി ജയിക്കുമെന്ന് വിശ്വസിച്ചതാണ്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വിചാരിച്ചതുപോലെയല്ല, തോറ്റുപോയി, ഇനി എന്തു ചെയ്യുമെന്നൊക്കെ. നിങ്ങൾക്കറിയാം, 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓരോ സെമ്മിൻ്റെയും പരീക്ഷകൾ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമ്പോൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയാണ്. 1 ടൈം റെഗുലർ സപ്ലിമെൻ്റ് എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ കോൾ ഫോർ ചെയ്താൽ മാത്രമാണ് അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആദ്യ തവണ തന്നെ ഓരോ സെമസ്റ്റർ കോൾ ഫോർ ചെയ്യുമ്പോൾ ആദ്യ തവണ തന്നെ ജയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ജൂനിയേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3-4 വർഷ ഡിഗ്രി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ അനുഭവങ്ങൾ നല്ലതാണ്, എന്നാൽ ഓൾറെഡി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ബുദ്ധിപരമായ നീക്കമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.